നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ശിക്ഷിക്കാനും നീതി ഉറപ്പാക്കാനും വേണ്ടി നിരവധി നിയമങ്ങളും വ്യവസ്ഥകളും നിലവിലുണ്ട്. നിയമസംഹിതകൾ, കോടതികൾ, ജയിലുകൾ എന്നിവയെല്ലാം ഈ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഈ ശിക്ഷാ നടപടികളെല്ലാം മനുഷ്യരുടെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അവരെ നേർവഴിക്ക് നയിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ നിയമം ലംഘിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന മൃഗങ്ങളെയും മറ്റ് ജീവികളെയും ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷേ വിചിത്രമായി തോന്നാമെങ്കിലും ചരിത്രത്തിൽ അത്തരത്തിൽ മൃഗങ്ങളെയും ജീവികളെയും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്ത അനേകം സംഭവങ്ങളുണ്ട്. മനുഷ്യൻ തന്റെ നിയമവ്യവസ്ഥയെയും നീതിന്യായ സങ്കല്പങ്ങളെയും അവയുടെ ലോകത്തേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിച്ച അത്തരം കൗതുകകരമായ ചില ചരിത്ര സംഭവങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ചരിത്രത്തിലെ വിചിത്രമായ കേസുകളിൽ ഒന്നാണ് 2008 മാസിഡോണിയയിൽ നടന്ന ഒരു സംഭവം. അന്ന് ഒരു തേനീച്ചു കർഷകന്റെ സ്വപ്നങ്ങളെയും അധ്വാനത്തെയും തകർത്തെറിഞ്ഞത് ഒരു കരടിയായിരുന്നു. ഈ കരടി കർഷകന്റെ തേനീച്ചക്കൂടുകൾ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കഷ്ടപ്പെട്ട് ശേഖരിച്ച തേനെല്ലാം മോഷ്ടിക്കുകയും ചെയ്തു. സ്വന്തം അധ്വാനം നശിപ്പിക്കപ്പെട്ടതിൽ രോഷാകുലനായ ആ കർഷകൻ തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. സാധാരണയായി മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലാണ് കോടതികൾ വിധി പറയാറുള്ളത്. എന്നാൽ ഇവിടെ പ്രതിസ്ഥാനത്ത് നിന്നത് ഒരു വന്യജീവിയായ കരടിയായിരുന്നു. ഈ കേസ് കോടതിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കരടി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് വ്യക്തമായി. എന്നാൽ ഒരു വന്യജീവിയായതുകൊണ്ട് കരടിയെ ശിക്ഷിക്കാൻ കഴിയില്ലെന്നും അതിനെ പിടികൂടുന്നത് പ്രായോഗികമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്തിമവിധി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കരടിയെ ശിക്ഷിക്കുന്നതിനു പകരം ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച കർഷകന് 1700 പൗണ്ട്, ഏകദേശം 1.8 ലക്ഷം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. ചരിത്രത്തിലെ മറ്റൊരു വിചിത്രമായ സംഭവമാണ് ബ്രിട്ടനിലെ ഹാൾപൂൾ നഗരത്തിൽ നടന്ന ഒരു കുരങ്ങിന്റെ വിചാരണയും തുടർന്നുണ്ടായ തൂക്കിക്കൊല്ലലും. നെപ്പോളിയൻ യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്, ഏകദേശം 1800കളുടെ തുടക്കത്തിൽ. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസുമായി ബന്ധപ്പെട്ട എന്തിനേയും ബ്രിട്ടീഷുകാർ വലിയ സംശയത്തോടെയും ഭീതിയോടെയുമാണ് കണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു കൊടുങ്കാറ്റടിച്ച ഒരു ദിവസം ബ്രിട്ടനിലെ ഹാൾപൂൾ തീരത്ത് ഒരു തകർന്ന ഫ്രഞ്ച് യുദ്ധക്കപ്പൽ ഒഴുകിയെത്തി. കപ്പലിൽ ജീവനോടെ അവശേഷിച്ചത് ഒരു കുരങ്ങ് മാത്രമായിരുന്നു. ഫ്രഞ്ച് നാവികരുടെ സാധാരണ യൂണിഫോം ധരിച്ച നിലയിലായിരുന്നു ആ കുരങ്ങ്. എന്നാൽ ഈ കാഴ്ച കണ്ട തീരദേശവാസികൾക്ക് അതൊരു ഫ്രഞ്ച് ചാരനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരു കുരങ്ങാണെന്ന് തിരിച്ചറിയാതെ അത് ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു ചെറിയ മനുഷ്യൻ അല്ലെങ്കിൽ ചാരനാണെന്ന് അവർ ഉറപ്പിച്ചു. സാധാരണഗതിയിൽ യുദ്ധത്തടവുകാരെ തൂക്കിലേറ്റാറുണ്ടായിരുന്നതിനാൽ നാട്ടുകാർ ചേർന്ന് ആ കുരങ്ങിന് ഒരു അനൗപചാരിക വിചാരണ നടത്തി. കുരങ്ങ് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്നില്ല എന്നതും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നതും അതിന്റെ കുറ്റസമ്മതമായി അവർ വ്യാഖ്യാനിച്ചു. ഒടുവിൽ ഈ വിചിത്രമായ വിചാരണക്കൊടുവിൽ നിസ്സഹായനായ ആ കുരങ്ങിനെ അവർ തൂക്കിലേറ്റി. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ മൃഗങ്ങളെയും മനുഷ്യരെപ്പോലെ കോടതിയിൽ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് സാധാരണമായിരുന്നു. 1386 ഫ്രാൻസിലെ ഫലൈസ് എന്ന സ്ഥലത്തെ കോടതി ഒരു വിചിത്രമായ കേസ് പരിഗണിച്ചു. ഒരു വീട്ടിലെ പന്നിക്കൂട്ടിൽ അബദ്ധത്തിൽ വീണ ഒരു കുട്ടിയെ പന്നിക്കൂട്ടം കടിച്ചുകൊന്നതായിരുന്നു കേസ്. മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലാതെ കുട്ടി പന്നികളുടെ അടുത്തേക്ക് പോയതായിരുന്നു അപകടകാരണം. വിശന്നിരുന്ന പന്നികൾ കുട്ടിയെ ഭക്ഷണമെന്ന ധാരണയിൽ ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പന്നികളെ പ്രതികളാക്കി കേസെടുത്തു. സാധാരണ മനുഷ്യർക്ക് നൽകുന്ന അതേ നിയമ നടപടികളിലൂടെയായിരുന്നു വിചാരണയും. ഒടുവിൽ കോടതിയുടെ വിധി ഭീകരമായിരുന്നു. കുറ്റക്കാരായ പന്നികളുടെ കൈകാലുകൾ ഛേദിച്ച ശേഷം കൊല്ലാൻ ഉത്തരവിട്ടു. മൃഗങ്ങളെ മനുഷ്യരുടെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കിയതിന്റെ മറ്റൊരുദാഹരണമാണ് 1621 ജർമ്മനിയിലെ സാക്സണിയിൽ നടന്ന സംഭവം. ഈ കേസ് അന്നത്തെ യൂറോപ്യൻ സമൂഹത്തിൽ മൃഗങ്ങളോടുള്ള നിയമപരമായ സമീപനം എത്രമാത്രം വിചിത്രമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഒരു പശു കുത്തിവീഴ്ത്തിയതിനെ തുടർന്ന് ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്തതോടെയാണ് സംഭവം കോടതിയിലെത്തുന്നത്. ഈ ദാരുണമായ മരണത്തിന് നീതി തേടി ലെയ്പ്സിംഗ് സർവകലാശാലയിലെ നിയമവിഭാഗത്തിലെ ലോ ഫാക്കൽറ്റി വിദഗ്ധർ കോടതിയെ സമീപിച്ചു. സാധാരണയായി മനുഷ്യർ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകളിൽ കാണുന്ന സങ്കീർണമായ വിചാരണകളൊന്നും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. വസ്തുതകൾ വ്യക്തമായിരുന്നതിനാൽ പശുവിന് വധശിക്ഷ വിധിക്കാൻ കോടതിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഈ വിധി അതുകൊണ്ട് തീർന്നില്ല. ശിക്ഷിക്കപ്പെട്ട പശുവിന്റെ മാംസം കഴിക്കാനോ അതിന്റെ തോൽ വസ്ത്രങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനോ പാടില്ലെന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചു. സമീപകാലത്തെ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് 2018 മാർച്ചിൽ യുഎസിലെ ഐഡഹോയിൽ നടന്നത്. ഒരു സ്കൂളിൽ സയൻസ് അധ്യാപിക നടത്തിയ ക്ലാസ്സിനിടെയാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കുട്ടികൾക്ക് നേരിട്ടുള്ള പഠനാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി ആമയ്ക്ക് ഭക്ഷണം നൽകുന്നത് കാണിക്കുകയായിരുന്നു അധ്യാപികയുടെ ഉദ്ദേശ്യം. എന്നാൽ ആമയ്ക്ക് ഭക്ഷണമായി നൽകിയത് ഒരു പട്ടിക്കുട്ടിയെയായിരുന്നു.
ക്ലാസ്സിൽ വെച്ച് ആമ പട്ടിക്കുട്ടിയുടെ ഒരു ഭാഗം ഭക്ഷിക്കുകയും ചെയ്തു. ഈ ക്രൂരദൃശ്യം കണ്ട് കുട്ടികൾ നിലവിളിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇതൊരു വലിയ വിവാദമായി മാറുകയും പൊതുജനരോഷം ഉയർത്തുകയും ചെയ്തു. സംഭവത്തിൽ അധികൃതർ ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചു. മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ പേരിൽ അധ്യാപികയ്ക്കെതിരെ നടപടിയുണ്ടായി. വിഷയം ഗൗരവകരമായതോടെ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് ഈ പ്രവൃത്തി ചെയ്ത ആമയുടെ ജീവൻ സംബന്ധിച്ചും തീരുമാനമെടുക്കേണ്ടി വന്നു. ഒടുവിൽ അധികൃതർ ആമയെ കസ്റ്റഡിയിലെടുക്കുകയും ദയാവധം നടത്തുകയും ചെയ്തു. സർക്കസിലെ പ്രധാന ആകർഷണമായിരുന്ന മേരി എന്ന പെൺ ആനയുടെ പ്രകടനങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ആളുകൾ. അന്ന് മേരിയെ നിയന്ത്രിച്ചിരുന്നത് റെഡ് എൽഡ്രിഡ്ജ് എന്ന പരിശീലകനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ആനകളെ പരിശീലിപ്പിച്ച് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. പ്രകടനത്തിനിടെ എഴുന്നേൽക്കാൻ മടിച്ച മേരിയെ റെഡ് എൽഡ്രിഡ്ജ് ഒരു ലോഹക്കൊളുത്ത് ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു. കടുത്ത വേദന കൊണ്ട് പുളഞ്ഞ മേരി പ്രകോപിതയായി റെഡ് എൽഡ്രിഡ്ജിനെ തുമ്പിക്കൈകൊണ്ട് പിടിച്ച് നിലത്തിട്ടു. ഭയന്നുപോയ ആൾക്കൂട്ടത്തിനു മുന്നിൽ വെച്ച് മേരി അയാളുടെ തലയിൽ ചവിട്ടിക്കൊന്നു. ഈ ദാരുണ സംഭവം കണ്ട ഒരു വ്യക്തി ആനയ്ക്ക് നേരെ വെടിയുതിർത്തെങ്കിലും അത് മേരിയെ കാര്യമായി ബാധിച്ചില്ല. ആളുകൾക്കിടയിൽ പരിഭ്രാന്തി പടർന്നു. കൊലയാളി ആനയെ ഉടൻ കൊല്ലണമെന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. പൊതുജന സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കസ് അധികാരികൾ മേരിയെ പരസ്യമായി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. മേരിയെ കഴുത്തിൽ ചങ്ങലയിട്ട് ഒരു റെയിൽവേ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. എന്നാൽ ആദ്യ ശ്രമത്തിൽ ചങ്ങല പൊട്ടി മേരി നിലംപതിച്ചു. വീണ്ടും കൂടുതൽ ഉറപ്പുള്ള ഒരു ചങ്ങല ഉപയോഗിച്ച് മേരിയെ ക്രെയിനിൽ തൂക്കി. അങ്ങനെ നിസ്സഹായയായ ആ ആന ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ജീവൻ വെടിഞ്ഞു.